നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സുരക്ഷാ വിഭാഗവുമായുള്ള ഏറ്റുമുട്ടലിൽ ദമാമിൽ കൊല്ലപ്പെട്ട ഭീകരർ ആസൂത്രണം ചെയ്തിരുന്നത് വൻ സ്ഫോടനങ്ങളായിരുന്നുവെന്ന് റിപ്പോർട്ട്. 2 ഭീകരരുടെയും ചിത്രം രാജ്യസുരക്ഷാ വിഭാഗം പ്രസിദ്ധപ്പെടുത്തി. കൊല്ലപ്പെട്ട ഭീകരർ സൗദി പൗരന്മാരായ അഹമ്മദ് അബ്ദുള്ള സുവൈദ്, അബ്ദുള്ള ഹുസൈൻ അൽ നമീർ എന്നിവരാണെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ വിഭാഗം അന്വേഷിക്കുന്ന പിടികിട്ടാപ്പുള്ളികളായ പ്രതികളുമായി നടത്തിയ സൈനിക ഓപ്പറേഷൻ നടന്ന സ്ഥലങ്ങളും പ്രതികളിൽ നിന്നും കണ്ടെത്തിയ ആയുധങ്ങളും സുരക്ഷാ വിഭാഗം വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ നടന്ന സൈനിക ഓപ്പറേഷനിൽ പിടികിട്ടാപ്പുള്ളികളായ 2 പ്രതികൾ കൊല്ലപ്പെടുകയും 3-മനെ പിടികൂടുകയും ചെയ്തിരുന്നു. പ്രതികളിൽ നിന്നും 5 കിലോഗ്രാം ഉഗ്രസ്ഫോടന ശേഷിയുള്ള RDX, ഇവ ഉപയോഗിച്ച വാഹനം, മെഷീൻ ഗൺ, 2 തോക്കുകൾ, ഏതാനും തിരകൾ കൂടാതെ പ്രതികളിൽ നിന്നും പണവും കണ്ടെടുത്തു. ഭീകരർ അവരുടെ വാഹനത്തിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള RDX ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നതിന് ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു. ദമാമിലെ കിങ് സൗദ് റോഡിലൂടെ കാറിൽ ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കുള്ള 2 പേർ യാത്ര ചെയ്യുന്നതായി സുരക്ഷാ വിഭാഗം അവരുടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയും ഭീകരരുടെ അടുത്തേക്ക് സുരക്ഷാ വിഭാഗം ചെന്ന് അവരോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെക്കുകയും ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. ഭീകരർ കീഴടങ്ങാതെ വന്നപ്പോൾ സുരക്ഷാ വിഭാഗം തിരിച്ചും വെടിവെക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. സ്ഫോടനത്തിന് തയ്യാറാക്കിയ കാറിന്റെ അകത്തുനിന്നും 5 കിലോ ഉഗ്രസ്ഫോടന ശേഷിയുള്ള RDX കണ്ടെത്തി. കൂടാതെ 2 റൈഫിളുകൾ, ഒരു മെഷീൻ ഗൺ, ഏതാനും തിരകൾ എന്നിവയും പ്രതികളിൽ നിന്നും കണ്ടെത്തിയതായി രാജ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. ഭീകരർ അവരുടെ വാഹനത്തിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള RDX ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നതിന് ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചതായി സുരക്ഷാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അനുസരിക്കാതെ സുരക്ഷാഭടന്മാർക്ക് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു. ഇവരെ കീഴടക്കാനായി തിരികെ വെടിവെക്കുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. ശേഷം അവരുടെ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിവിധ വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രദേശത്തു നിന്ന് സാധാരണ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമായിരുന്നു സേന കേന്ദ്രം വളഞ്ഞത്. 4 വർഷം മുൻപ് ഇതേ പ്രദേശത്തെ ഷിയ പള്ളിയിൽ ചാവേർ ആക്രമണം നടന്നിരുന്നു. അന്ന് ആക്രമണത്തിൽ ഭീകരർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യസമാധാനം തകർക്കാനുള്ള നീക്കങ്ങളെ ശക്തമായി നിരീക്ഷിച്ചു വരികയാണെന്നും സേനാവൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.